ഏതെൻപാ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഓട്ടോ എക്സ്പോ ഉണ്ട്. അപ്പോൾ റാലി റേസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. എന്തോ ആ സംഭവം ഒന്നും അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഇവിടുന്ന് ഒരു 2 hours ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തി, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് നടക്കാനുണ്ട് കുറച്ച്. അപ്പോൾ അവിടെ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു, നിറയെ വണ്ടിയായിരുന്നു. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഡ്യുവൽ ക്ലാസിക് എന്നാണ് ഇതിൻ്റെ പേര്, ഓട്ടോ എക്സ്പോൻ്റെ. അപ്പോൾ നമുക്ക് അകത്തോട്ടാണ് പോകേണ്ടത്. അപ്പം വെളിയിൽ കുറച്ച് കാഴ്ച ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും അവിടോട്ട് പോയി നോക്കാം. എന്തായാലും ഏതൊക്കെ കാഴ്ചയാണ്. വിൻറ്റേജ് കാഴ്ച കൂടുതലും ഉള്ളത്, ക്ലാസിക്കാണ്. അപ്പോൾ നോക്കട്ടെ എന്താണെന്ന്. ഇവിടെ കയറി വന്നപ്പോൾ ഒരു MGയുടെ പഴയ വിൻറ്റേജ് കാർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പോർഷ, പിന്നെ കുറേ കാർ. ഇവിടെ വേറെ സാധനം, വെറൈറ്റി സാധനം കിടക്കുന്നു. സീൻ സാധനം ഫോണൊക്കെ ഉണ്ട. അതുകൊണ്ട് തന്നെ ഇവിടെയും കുറേ കാഴ്ച ഉണ്ട്. അസ്റ്റൺ മാർട്ടിൻ, മസ്താങ് കിടപ്പുണ്ട്. ഇപ്പോൾ ഹോട്ട് വീൽസിൻ്റെ ഒരു റാപ്പൊക്കെ അടിച്ചിട്ട് ഒരു വണ്ടിയുണ്ട്. ഹോട്ട് വീൽസിൻ്റെ ഒക്കെ അടിച്ചിട്ട് കോവറ്റാണ്, സീനായിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പോയി നോക്കാം. അതുകൊണ്ട് ഇനി ഇപ്പുറത്തെ ഒരു വണ്ടി കിടപ്പുണ്ട്, പോർഷനാണ് പഴയ മോഡല്. ഇപ്പുറത്ത് എല്ലാം വിൻറ്റേജ് തന്നെ. ആൾക്കാർ കൂടി ഇപ്പുണ്ട്, എന്തോ നോക്കട്ടെ. ഓക്കെ, എല്ലാവരും ബെൻസിൻ്റെ അടുക്കൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു അസ്റ്റൺ മാർട്ടിൻ കിടപ്പുണ്ട്, DS4. ഇപ്പുറത്തൊരു ഫെറാറി കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് അപ്പുറ സൈഡിലോട്ട് നോക്കാം. ബീജത്തിൻ്റെ 204 കിടപ്പുണ്ട്. മസ്താങ് റാപ്പ് പിടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടുത്തെ ഇതിനു വേണ്ടി അടിച്ചതാണ്, അതായത് ഇവിടുത്തെ ഷോയ്ക്ക് വേണ്ടി മാത്രം റാപ്പ് അടിച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ ഷോയിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്യുവൽ ക്ലാസിക് കെറ്റിലായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു ആൽഫേൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതും ഇതുകൊണ്ട് തന്നെ റാപ്പ് അടിച്ചേക്കാണ്. ക്ലീൻ സ്പെക്ക് വണ്ടി. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. അവിടെ എത്ര ഓൾറെഡി ഇപ്പം കാറ് കുറേ പോയി. ഇവിടെ ഇപ്പം കുറച്ച് കാഴ്ച മാത്രമേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ദിവസമാണ് ഞാൻ വന്നത്. എന്തായാലും അവിടെയും കുറച്ച് കാഴ്ച കിടപ്പുണ്ട്. എനിക്കൊന്ന് GT3 കിടക്കുന്നെന്ന് തോന്നുന്നു. പോർഷ് എന്തായാലും നമുക്ക് നോക്കട്ടെ. ഇത് ഏതോ സാധനം കൊള്ളാലോ. വാവ്, ഒരു GT3 കിടപ്പുണ്ട്. ഇപ്പോഴത്തെ MGയുടെ വേറൊരു വിൻറ്റേജ് കാർ കിടപ്പുണ്ട്. കൊള്ളാം. ഇതിൽ ലൈറ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ, ഒരു കവറൊക്കെ ഉണ്ട് ലൈറ്റിൻ്റെ പുറകിൽ. പഴയ പോർഷ്, ഷെവർലെറ്റിൻ്റെ പഴയ, എനിക്കിത് നമ്മുടെ നാട്ടിൽ ഇംപാല എന്ന് പറഞ്ഞൊരു കാറുണ്ട്. ഇംപാല, അത് തന്നെ, സെയിം സാധനം തന്നെ. ഇംപാല, ഷെവർലെറ്റിൻ്റെ ഇംപാല തന്നെ, ഇംപാല തന്നെ. ജെറ്റുട്ടിയുടെ കൂട്ടിരിക്കുന്നു. ഇപ്പുറത്തൊരു മസറാട്ടി കിടപ്പുണ്ട്. നമ്മളെവിടെ ചെന്നാലും ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് പെയിൻറ്റോ കാര്യങ്ങളൊന്നും റീപെയിൻറ്റ് ചെയ്യാതെ ആ പണ്ടത്തെ കമ്പനിയിൽ നിന്ന് എങ്ങനെ കിട്ടിയ അതുകൂട്ട് തന്നെ. ഞാനിപ്പം 3 സ്ഥലത്ത് ഇതുപോലെ തന്നെ വണ്ടി കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കണ്ടായിരുന്നല്ലോ, ആ വീഡിയോക്കകത്തുണ്ട്. ഒരു ഫുള്ള്
പൊളിച്ച് വെച്ചേക്കുന്ന വണ്ടിയല്ല. എന്തായാലും അതിൻ്റെ അകത്താണ് സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറണം. അപ്പം ഇനി അവിടെ പോയി ടിക്കറ്റ് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പോകേണ്ടത്. ഇതിൻ്റെ അകത്ത് പോയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പം ഞാൻ അകത്തോട്ട് കയറിപ്പോട്ടെ. എല്ലാവരും അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. എന്താണ് വെയിറ്റ് ചെയ്യണം. ഇന്ന് ക്യൂവിൽ വെയിറ്റ് ചെയ്യണം. ക്യൂവിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തപ്പോൾ കയ്യിലൊരു ബാൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനെ അങ്ങോട്ട് താഴോട്ടാണ് പോകേണ്ടത്. താഴോട്ടിറങ്ങി പോകണം. പിന്നെ അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെ സംഭവങ്ങളെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുമ്പോഴേ ഇവിടെ ഒരു ലംബോർഗിനി കിടപ്പുണ്ട്. ഭയങ്കര നീറ്റായിട്ട് ഭയങ്കര ലോഡ് ചെയ്ത് ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര രസമുണ്ട്. വീൽസ് ആയാലും കാര്യം എന്തുമായാലും. ഇതെല്ലാം കാഴ്ചയാണ്. ഇപ്പുറത്തെ അതുകൊണ്ട് തന്നെ പോസ്റ്റ് 911 കിടപ്പുണ്ട്. കരേറയാണ് കിടക്കുന്നത്. പോർഷ് കരേറ. ഇത് കുറേ വണ്ടിയൊക്കെ വിൽക്കാനായിട്ടൊക്കെയാണ്. ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കിടപ്പുണ്ട്. എന്നാലും അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇവിടെ വരുമ്പോഴത്തേന് കുറേ സ്കാനിങ് മോഡ്സിൽ എല്ലാം കാണാം. ഫുള്ള് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര സെറ്റായിട്ട്. നല്ല രസമുണ്ട്. നമുക്ക് മേടിക്കാൻ പറ്റും സംഭവം. എന്നാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇപ്പുറത്ത് വരുമ്പോഴത്തേന് അപ്പം കാശ് കിടപ്പുണ്ട്. 2 കിടപ്പുണ്ട്. 2 കാശ് കിടപ്പുണ്ട്. ഒന്ന് ഫെറാറി. അത് ഏതാണെന്ന് എനിക്കങ്ങോട്ട് ഒരു കമ്പനി ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആകെ അതിൻ്റെ മിഷീനിൻ്റെ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫെറാറിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ആയിരിക്കും. ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ വരുമ്പോഴത്തേന് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഇവിടെ എയർ ഫ്രാൻസിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഡെമോ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അപ്പുറത്തോട്ട് പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം തിരിച്ച് അങ്ങോട്ട് പോവാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ DS-ൻ്റെ ഒരു കാർ ഇവിടെ കിടപ്പുണ്ട്. ഇലക്ട്രിക് ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇത് ലോഞ്ച്ഡ് ആയിട്ടില്ല. ഇത് പ്രോട്ടോടൈപ്പാണ്. DS ഓട്ടോമൊബൈൽസ്. എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. അതുവഴി തന്നെ പോവാം. ബിക്കോസ് അതുവഴി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും അതുവഴിയാണ് പോകുന്നത്. എനിക്കൊന്ന് കൃത്യമായിട്ട് കണ്ടിറങ്ങാൻ പറ്റും. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് കുറേ വിൻറ്റേജ് കാഴ്ച കിടപ്പുണ്ട്. കുറേ അധികം കാഴ്ച ഇവിടെ കിടപ്പുണ്ട്. ഫുള്ളുണ്ട്. ഇവിടെ ആയാലും കിടപ്പുണ്ട്. പിന്നെ പണ്ടത്തെ ടൗ ട്രക്ക്, അതായത് ഷോറൂമിലെ ടൗ ട്രക്കാണ് ഈ കിടക്കുന്ന സാധനം. അതിൻ്റെ ഡെമോ വെച്ചൊക്കെ ആണ്. അതിന് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു കോവട്ട് കിടപ്പുണ്ട്. ചെക്കനാണെങ്കിൽ ഫോട്ടോ എടുപ്പ്. ഓക്കെ, ഇവിടെ എല്ലാം സ്റ്റോൾസാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ചെറിയ കാഴ്ച മാത്രമേ ഇവിടെ ഉള്ളൂ. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് കാഴ്ച മാത്രം. ഇപ്പോൾ റേഞ്ചർ റോവറിൻ്റെ എനിക്കൊന്ന് 4th എഡിഷനാണെന്ന് തോന്നുന്നു. 4th എഡിഷൻ. ഇവിടെ ആണെങ്കിൽ വന്നതിന് നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. ഇവിടെ തന്നെ ഇപ്പുറത്തും കുറേ ഡെമോസ് ഉണ്ട്. ഒരു സാധനം പണിതിട്ടുണ്ട്. ക്യാമറ സെറ്റ് വെൽ ക്ലീൻഡ് മെയിൻറ്റൈൻഡ് ആയിട്ട് സീനായിട്ട്.
ഇതെല്ലാം കൊടുക്കാൻ ഇട്ടേക്കുക. ഒരു ഗ്യാരേജിൻ്റെ വണ്ടിയാണ് ഈ 4 വണ്ടിയും. ഇതെല്ലാം കൊടുക്കാൻ ഇട്ടേക്കാണ് ഈ വണ്ടിയെല്ലാം. നമ്മുടെ നാട്ടിലെ ഒരു ഏകദേശം ഒരു 30 ലക്ഷം രൂപ അല്ല 28 ലക്ഷം രൂപയോളം വരും ഈ ഒരു കാറിന്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പീജോറ്റിൻ്റെയാണ്, പീജോറ്റിൻ്റെ കാഴ്സാണ്. അതെല്ലാം ഫ്രാൻസ് കമ്പനിയാണ്. അപ്പം ഇത് നമ്മൾ നാട്ടിൽ മേടിക്കണമെങ്കിൽ ഒരു 80 ലക്ഷം രൂപ, അതായത് സെക്കൻഡ് ഹാൻഡ് മസ്താങ്ക് മേടിക്കുന്ന ഒരു പൈസ കൊടുക്കണം ഇത് മേടിക്കണമെങ്കിൽ. അന്നേരം നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. അപ്പുറത്ത് ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്. ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഫ്രണ്ട് താന്നിട്ട് ബാക്ക് പൊങ്ങി. ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടി. അപ്പോൾ ഇത് ലോവർ ചെയ്ത് വെച്ചേക്കുക. ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. എൻജിൻ വെയിറ്റ് ഫ്രണ്ടിലാണല്ലോ വരുന്നത്, പിന്നെ പുറകിലാണെങ്കിൽ അത് സംഭവമില്ല. കൊള്ളാം. ഇവിടെ ആണെങ്കിൽ ഫുള്ള് മറ്റേ ഓയിൽ ക്ലീനിങ്ങിൻ്റെ സെക്ഷനൊക്കെ കാണിക്കുന്നത്. ഒരു കാറ് വെച്ചിട്ട് അതിൽ ഓയിൽ പുരട്ടിയിട്ട് മറ്റേ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ കാണാം. മറ്റൊരു ക്ലീൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക്. കൊള്ളാം എന്തായാലും പരിപാടി. കാറ് വെച്ചിട്ട് തന്നെയാണ്. കോവറ്റിൻ്റെ കുറേ മോഡൽസ് കിടപ്പുണ്ട് ഇവിടെ, പഴയ വിൻറ്റേജ് ടൈപ്പ്. ബെറ്റ്ലിയുടെ ഒരു വണ്ടി കിടക്കുന്നു, ഫെറാറി. 458 ആണ്. 458 ഇതും കൊടുക്കാനായിട്ടൊക്കെയാണ്. ഇതിൻ്റെ നാട്ടിലൊരു 1.5 കോടി രൂപ ഇതിൻ്റെ വില. പുറത്തോട്ട് വരുമ്പോഴത്തേന് ജാഗ്വറിൻ്റെ ഒരു മോഡൽ ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ജാഗ്വറിൻ്റെ ആണ്. ജാഗ്വറിൻ്റെ പഴയ ഓൾഡ് മോഡലാണ്. 1965 ജാഗ്വറാണ്. ഇപ്പോഴൊരു മാസ്റ്റർ പീസ് ആയിട്ട് കിടപ്പുണ്ട്. മസ്താങ് വെൽ മെയിൻറ്റൈൻ, ഭയങ്കര നീറ്റ് കളർ എന്ന് വെച്ചാൽ കിടിലൻ കളർ. നമ്മുടെ പഴയ സെന്നിനൊക്കെ ചിലർ അടിക്കുന്നുണ്ട് ഈ കളറ്. ചുരുക്കം പേര് മാത്രമേ അടിക്കുന്നുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ മറ്റേ അംബാസഡറിന് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര റയറായി ഈ കളറ്. ഇത് സത്യമായിട്ട് ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നൂട്ടല്ല, ഈ വീഡിയോയിൽ കാണുന്നൂട്ടല്ല. ഇത് കളർ ഭയങ്കരമായിട്ട് ലൈറ്റാണ്. യൂട്യൂബിന് പിടിച്ച് കഴിഞ്ഞാൽ ഹാർഡാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വീൽസ് ആയാലും ഭയങ്കര പ്ലേറ്റിങ് എല്ലാം കിട്ടില്ലതായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ മസ്താങ്ങിലുള്ള പേരോ എംബ്ലോ ഒന്നുമില്ല. ഐ തിങ്ക് പുള്ളി എടുത്ത് മാറ്റിയതായിരിക്കും. പിന്നെ സൈഡ് ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് പുള്ളിക്ക് കിട്ടിയ അവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ആ കാറിൻ്റെ ഓണറിന്. അപ്പുറത്തോട്ട് പോയി നോക്കാം. വോക്സ്വാഗണിൻ്റെ ഒരു മോഡലാണ്. എന്ന സാധനം ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. വിൻറ്റേജ് വണ്ടി. എന്താ അപ്പുറത്ത് പോയി നോക്കാം. മിനി കൂപ്പർ ഇവിടെ കിടപ്പുണ്ട്. വൈറ്റ് മിനി കൂപ്പർ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇപ്പുറത്തൊരു ഗോൾഫിൻ്റെ കൺവേർട്ടബിൾ കിടപ്പുണ്ട്. ഗോൾഫിൻ്റെ കിട്ടില്ല വീൽസ്, BBS-ൻ്റെ വീൽസാണ്. കൺവേർട്ടബിൾ. എന്തായാലും നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. എന്തായാലും ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് റേഞ്ച് റോവറും അപ്പുറത്തെ ഡിഫൻഡറും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓൾഡ് മോഡൽ ലാൻഡ് റോവർ കിടപ്പുണ്ട്. കിട്ടില്ല സാധനം. ഇന്ത്യയിൽ പിന്നെ മറ്റേ ടാങ്ക് പെട്രോൾ, അതായത് പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളതിന്. റോവർ. ഇനി ഇപ്പുറത്തെ ഒരു സാധനം കിടപ്പുണ്ട്. ഇപ്പം കാണിച്ചതാണ്.
എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു സാധനം ടോപ്പസ് കിടപ്പുണ്ട്. ലിജിയർ PS4 JSP4. ഇത് ലെമാൻ്റെ പ്രോട്ടോടൈപ്പാണ്. അത് ഫുൾ കാർബൺ ഫൈബർ എല്ലാം. ഇവിടെ നമുക്ക് പുട്ടിരിനെയൊക്കെ കാണാൻ പറ്റും. കാർബൺ ഫൈബർ ആൻഡ് ലിജാണ് ലെക്സോ PS4. ഇന്ത്യയിലൊക്കെ ഇതിപ്പോൾ റേസിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടൊക്കെയാണ്, ഷോയ്ക്ക് വേണ്ടി മാത്രം. എന്നാലും നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കോമ്പി വാന് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സീനൊക്കെ വെച്ചേക്കുന്നത്, സ്പെഷ്യലി ഫോർ കപ്പിൾസ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടോട്ട് വരുമ്പോഴത്തേനും വീണ്ടും ഒരു ലാൻഡ് റോവർ. ഇപ്പം നമ്മൾ കണ്ടതിനേക്കാളും നല്ല നീറ്റാണ് ഈ വണ്ടി. ഫസ്റ്റ് വിചാരിച്ചപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടില്ല എന്നുള്ളൊരു ഫീല്, മെറ്റൽ നിൽക്കുന്ന തൊട്ട്. ശരിക്കും അതാണ് സത്യം. പെയിൻറ്റിങ് അല്ല, ഫുള്ളും മെറ്റൽ. പെയിൻറ്റ് ചെയ്തിട്ടില്ല വണ്ടി, ജസ്റ്റ് പ്രൈമർ മാത്രം അടിച്ചിട്ടേക്കുന്നത്. ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്തെ വീണ്ടും ആൽഫേൻ്റെ ഒരു മോഡൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം നമ്മൾ കംപ്ലീറ്റ് ആക്കി കണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇവിടെ പണി കിടക്കുന്നു. ഇതൊരു പോർഷ 911 2 ലിറ്ററാണ്. 2 ലിറ്റർ 911. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഒരു കട്ടാറ് സാധനം കിടപ്പുണ്ട്. 124 ആണ്. എൻജിൻ ഞാൻ കാണിച്ചതിപ്പം മണ്ണിത് കിട്ടലാകെ സെറ്റ് വെച്ചേക്കുന്നത്. ശരിക്കും ലോ വേർഡും കൂടെ ചെയ്തായിരുന്നെങ്കിൽ വിഷയമായിരുന്നു. അതായത് ഫുൾ ലോ വേർഡ് ചെയ്തായിരുന്നെങ്കിൽ. ഇപ്പോൾ അത് ഫുൾ ലോ വേർഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറം സൈഡിലോട്ട് പോകാം. അവിടെയും കുറേ കാഴ്ച കിടപ്പുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു മിനി കൂപ്പർ. ഒരു കിണ്ണം കാഴ്ച സാധനം. റോൾസ് റോയ്സ് കിടക്കണം. പിന്നെ അസ്റ്റൺ മാർട്ടിൻ, വീണ്ടും ഒരു അസ്റ്റൺ മാർട്ടിൻ. കിട്ടില്ല. ഇതും കൊടുക്കാൻ കിടക്കുന്നത് ഈ വണ്ടിയൊക്കെ. പിന്നെ അപ്പുറം സൈഡിലോട്ട് എന്തായാലും പോയി നോക്കാം. ഇതെല്ലാം ഫ്രീസറാണ്. ഇത് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് വണ്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ കമ്പനിയുടെ വെച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും. മസറാട്ടി, ബെന്റ്ലി, ഫെറാറി, അസ്റ്റൺ മാർട്ടിൻ എല്ലാം ഉണ്ട്. ഇത് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വരും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്പോർട്ടി ലുക്ക്. ഇവിടെ ഒരു വിൻറ്റേജ് മോഡൽ കിടപ്പുണ്ട്.
ഇവരിട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിൻ്റെ സ്റ്റോളാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് അവരുടെ ഒരു വിൻറ്റേജ് വണ്ടിയുണ്ട്, ബാക്കി 2 സ്പോർട്സ് AMG ഉണ്ട്. ഒന്ന് SA63 പിന്നെ ഇന്ന് GT64 രണ്ട് കിടക്കുന്നത്. ഇത് കൺവേർട്ടബിളാണ്. അപ്പം നോക്കാം നമുക്ക് സംഭവം. നമുക്ക് തുറക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല, ജസ്റ്റ് നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ. ഇത് എൻജിൻ അപ്പുറ സൈഡിലോട്ട് പോയി നോക്കാം. ഇവിടെ കഫിത്തേരിയാണ്. നമുക്കിവിടെ വന്നിട്ട് എല്ലാം ഉണ്ട്, ആൽക്കഹോളും ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. ഇവിടെ കിട്ടില്ല സാധനം കിടപ്പുണ്ട്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ സ്റ്റോറിയിൽ ഞാൻ കണ്ടായിരുന്നു, ഒരു പയ്യനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഫസ്റ്റ് വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക് ആണെന്ന് വിചാരിച്ചു. ബട്ട് ഇതല്ല, BMW ഒരു പ്രോട്ടോടൈപ്പാണ്. പക്ക എൻജിനും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. 100 വർഷമായി. നമ്പർ പ്ലേറ്റും അപ്പുറത്തെ ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം കോമൺ ആയിട്ടുള്ള സ്റ്റോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു GT കിടപ്പുണ്ട്, AMGയുടെ. അത് ഫുള്ള് റാപ്പ് അടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് റാലി റാപ്പ് ചെയ്തൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത അപ്കമ്മിങ് ഓട്ടോ ഷോസിൻ്റെ എക്സ്പോൻ്റെ എന്തോ ആണ്. ഫ്രഞ്ചിലാണ് എഴുതി വെച്ചേക്കുന്നത്. അതെ അതെ, റാലിക്ക് വേണ്ടിയിട്ട് റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അടുത്ത കൊള്ളാം, റാപ്പിങ് കൊള്ളാം. ഇത് ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടുത്തെ റാലിക്ക് വേണ്ടിയിട്ട് കമ്മിങ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു അസ്റ്റൺ മാർട്ടിൻ്റെ ഒരു കൺവേർട്ടബിൾ കിടക്കുന്ന വീട്ട് തന്നെ. ഒരു ഫെറാറി 599 ടൈപ്പ്. വീലൊക്കെ ഇട്ടില്ല, സംഭവം കിട്ടില്ല. ഇപ്പുറത്തൊരു പ്രോട്ടോടൈപ്പ് വെച്ചിട്ടുണ്ട്. അത് പ്രോട്ടോടൈപ്പ് അല്ല, ജസ്റ്റ് ബോഡി മാത്രം, പോർഷൻ്റെ ബോഡി ഒരു ഇതിൽ മെറ്റലിൻ്റെ പുറത്ത് കയറ്റി വെച്ചേക്കുന്നത്. ഇപ്പുറത്തൊരു 911 കിടപ്പുണ്ട്. എവിടെ പോയാലും ഇപ്പോൾ 911 ഉള്ളൂ കിടക്കുന്നു. അതുപോലെ പോർഷൻ്റെ എൻജിൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഊരി വെച്ചിട്ടുണ്ട്. പോർഷൻ്റെ എൻജിന് ഇപ്പുറത്താണ് BMW ഒരു വണ്ടി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഫെറാറി. അത് ഞാൻ ഫസ്റ്റ് ടൈം ഈ വണ്ടി ഞാൻ കാണുന്നത്. ഇതെന്താണ് ഇപ്പോൾ നോക്കുക സംഭവം എന്താണ്. C4ൻ്റെ ഒരു ലുക്കുണ്ട്. ബട്ട് C4 അല്ലത്, C3 അല്ല, C8 ആണ്. C8 ഞാൻ ബാഡ്ജിങ് ഉണ്ട്. ഇപ്പോൾ C8 ആണ്. മാനുവലാണ്. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഫെറാറിൻ്റെ ആയാലും വീല് സീൻ വീല്. ഇതല്ല MGൻ്റെ ഇതുപോലത്തെ കുറേ മോഡലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഓൾഡ് വണ്ടിയാണ്. ബട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊരു വിൻറ്റേജിലോട്ട് മാറിയിട്ടില്ല കുറേ വണ്ടിയൊക്കെ. ഇത് ഫസ്റ്റ് ഇവരുടെ ഇതിൻ്റെ പേര് MGB എന്നാണ് ഈ വണ്ടിയുടെ പേര്. 1979 ആണ്. ബട്ട് വരുമ്പോഴും ഉണ്ട്, കുറേ വണ്ടിയുടെ ഞാൻ കണ്ടു ഇവിടെ വന്നപ്പോഴും. 2 ബൈക്സ് ഇരിപ്പുണ്ട്, സൂപ്പർ ബൈക്സ്. നോക്കുക, അതിൻ്റെയാണ് മിത്തുവിൻ്റെ ആണ്. 2 സൂപ്പർ ബൈക്സ് ഇരിപ്പുണ്ട്. തിളങ്ങുക നിന്ന് തന്നെ വീണ്ടും ഒരു പോർഷൻ കിടക്കുന്നു. ഇപ്പുറത്തൊരു 911 കിടപ്പുണ്ട്.
Et donc, est-ce que, donc, quels sont les retours par rapport à 323 കിടപ്പുണ്ട് 323i de positif au véhicule ഭയങ്കര നീറ്റ് വണ്ടി. അത് അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. പക്ഷെ ഇങ്ങോട്ട് കയറുമ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ. ഇത് കുറേ കാറുള്ളതുകൊണ്ട് തന്നെ ഇതിപ്പം കണ്ടത് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് കൺഫ്യൂസ്. ഇത് ശരി ഇപ്പം കണ്ടത് തന്നെ ആണോ എന്ന്. ഇവിടെ സ്റ്റോളൊക്കെയാണ്, നമുക്ക് ഇന്ന് അപ്പുറത്തോട്ട് പോവാം. കണ്ടിട്ടും കാര്യമില്ല. ഇതും ഫുള്ള് പ്രോട്ടോടൈപ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എല്ലാം. ഒരു ഇപ്പുറത്തുണ്ട് ഗ്രാഫിക്സ്. ഇത് ഫുള്ള് ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങൾ, റാപ്പിങ് ചെയ്യുന്ന ഗ്രാഫിക്സ് ചെയ്യുന്നതിന് വണ്ടിയിൽ ഗ്രാഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. വുഡൻ ടെമോസ്. ഞാനൊക്കെ അപ്പുറം സൈഡിലോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊരു കോമ്പി വിൽക്കാൻ ഇട്ടേക്കുന്നത്. കൊമ്പി ഭയങ്കര നീറ്റ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് അവിടെ വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് അവിടെ നോക്കാം എന്താ സംഭവം. ഇവിടെ ഈ ഒരു സൈഡിലുള്ള കാഴ്ച എല്ലാം കൊടുക്കാനായിട്ടൊക്കെയാണ്. ഇതെല്ലാം ഈ വണ്ടിയെല്ലാം കൊടുക്കാനായിട്ടൊക്കെയാണ് ഫുള്ള്. ആ ലാൻഡ് റോവറും കൊടുക്കാനായിട്ടൊക്കെ. ആ ഡിഫൻഡറല്ല, ഡിഫൻഡറിൻ്റെ വേറെ ടൈപ്പാണ്. ഇവിടെ മസറാട്ടി ഇതും കൊടുക്കാനായിട്ടൊക്കെയാണ്. ഇപ്പോഴത്തെ സാധനം കിടപ്പുണ്ട്. നമ്മൾ അതുവഴിയാണ് മുമ്പേ പോയത്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഫെറാറിൻ്റെ ഓയിൽ സെക്ഷനിൽ വരുന്നതാണ്. ഇത് അവരുടെ ഏത് ഗ്യാരേജ് കൊണ്ടുവന്ന് അവരുടെ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവാർഡ്സും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇതും MGൻ്റെ ആണ്. ഈ രണ്ടും MGൻ്റെ ആണ് വരുന്നത്. MGൻ്റെ കുറേ കിട്ടില്ല വിൻറ്റേജ് വണ്ടിയുണ്ട്. കിട്ടില്ല GT വിൻറ്റേജ് അവരുടെ ഇതിൻ്റെ പേര്. വീണ്ടും ഒരു മസ്താങ്. നമ്മൾ മുമ്പേ കണ്ട മസ്താങ്ങിൻ്റെ സിമിലർ പാർട്ടി. ഇത് കൺവേർട്ടബിൾ ആണ്. ഇവിടെ ആണെങ്കിൽ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. മസ്താങ്ങിൻ്റെ ഫോർഡ് 911. ഇത് വേറെ കുറേ സാധനം വെച്ചിട്ടുണ്ട്. മോനെ വിഷയം കേട്ടോ. പുറത്തുകൊണ്ട് എന്താ സാധനമൊക്കെ ഉള്ളത്. കുറേ സ്ഥലങ്ങളെല്ലാം കാർബൺ ഫൈബർ ചെയ്തേക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ട ലൈജിയറിൻ്റെ അത്ര ഇല്ലെങ്കിലും സംഭവം വിഷയം. എൻജിൻ ബേ ഓപ്പണാണ്. കവറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സംഭവം കൊള്ളായിരുന്നു. വിഷയം ഈ സംഭവം നമ്മൾ കണ്ടില്ല. കോവട്ടൻ ആണ്. അപ്പം ഞാനിവിടുന്ന് പോവാണ്. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ഇറങ്ങി വന്നെടുത്ത് ലംബോർഗിനി കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.